കേരളത്തെ തന്നെ നടുക്കിയ കേരളത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായ ഈ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ആരംഭത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മേഖലയിലാണ് ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പിനൊപ്പം നമ്മളിപ്പോൾ ഉള്ളത്. പാമ്പ്ളാനി പിതാവ് ദുരന്ത ബാധിത മേഖലകളെല്ലാം സന്ദർശിക്കുകയായിരുന്നു. രാവിലെ ക്യാമ്പ് സന്ദർശിച്ചു. ഇപ്പോൾ ദുരിതം നടന്ന സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് പിന്നിലാണ് ഇത് തുടങ്ങിയ ഉരുൾപൊട്ടിയൊരു പ്രദേശം. എന്ത് പറയുന്നു? തീർച്ചയായും നമ്മുടെ കരളുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം ആയിട്ട് ഇന്ന് കാണുന്ന ഈ സ്ഥലം മുഴുവനും ജനവാസ മേഖലയായിരുന്നുവെന്നും അതുപോലെ തന്നെ ഇവിടെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമാണ് എന്നും വിശ്വസിക്കാനാവാത്ത വിധം ഇത് സമ്പൂർണമായും വാഷ് ഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്ന വലിയ ദുഃഖമെന്ന് പറയുന്നത്. തങ്ങളുടെ വീടിരുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത വിധത്തിൽ ഈ പ്രദേശവാസികൾ സങ്കടത്തിലാണ്. അവരുടെ പ്രിയപ്പെട്ടവരെ കണ്ടുകിട്ടുന്നത് 10-20 കിലോമീറ്റർ അകലെ പുഴത്തീരങ്ങളിൽ നിന്നാണ്. അപ്രകാരമുള്ള കരളുലയ്ക്കുന്ന കാഴ്ചകൾ, സങ്കട കാഴ്ചകളാണ്. ഏതാണെങ്കിലും നമ്മുടെ സൈന്യവും അതുപോലെ പോലീസും സർക്കാരും ഒക്കെ വളരെ യുദ്ധമുഖത്തെന്നതുപോലെ ജാഗ്രതയോടെ വർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസവും അഭിമാനകരവുമായ കാര്യമാണ്. തീർച്ചയായും ഈ സങ്കടത്തിൻ്റെ കടലിനെ നീന്തിക്കിടക്കാൻ കേരള ജനതയൊന്നാകെ ഈ സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ ഒപ്പം നിൽക്കേണ്ട ഒരു സമയമാണ്. ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് മലയാളികൾ ഒറ്റക്കെട്ടായി ഈ വയനാടിനെ പുനരുദ്ധരിക്കാൻ അവരുടെ ഒപ്പമുണ്ടാകണം. അതിനുള്ള സമയമാണ്. മറ്റൊരു ചിന്തയ്ക്കും ചർച്ചയ്ക്കും ഈ സമയത്ത് പ്രസക്തിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിതാവേ, സഭാ സംവിധാനങ്ങൾ ഈ ഒരു ദുരന്ത മേഖലയിൽ ഉണർന്നു പ്രവർത്തിച്ചു. ഇപ്പോൾ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ തന്നെ AKCCയുടെ പ്രവർത്തകർ, മാനന്തവാടി രൂപതയിൽ, അതോടൊപ്പം ജീസസ് യൂത്ത്, KCYM ഇവരെല്ലാവരും ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ട്. ഇത് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സഭയുടെ എല്ലാ സംവിധാനങ്ങളും ഈ ഒരു മേഖലയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഈ ഒരു ജാതി മത ഭേദമന്യേ എവർക്കും ഒരു അനുഗ്രഹമായി മാറാനായിട്ട് തീർച്ചയായും സഭയുടെ സംവിധാനങ്ങളൊക്കെയും ജാഗ്രതയോടെ പ്രവർത്തിച്ചു. സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന്, വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നതിന്, രക്ഷാസേനയിൽ സന്നദ്ധ ഭടന്മാരായി ഒക്കെയും സഭയുടെ AKCC, KCYM, ജീസസ് യൂത്ത് തുടങ്ങിയ വിവിധങ്ങളായ സംഘടനകൾ ഇന്ന് ക്യാമ്പിൽ ചെന്നപ്പോൾ അവിടെ മാതൃവേദിയിലെ അമ്മമാരാണ് ഒരു ക്യാമ്പിൻ്റെ ഭക്ഷണ ചുമതല തന്നെ വഹിക്കുന്നത്. ഇപ്രകാരം സഭാ സംവിധാനങ്ങളൊക്കെയും സജീവമായി പ്രവർത്തിക്കുന്നു. കാരണം ഈ ലോകത്തിൻ്റെ ദുഃഖം സഭയുടെയും ദുഃഖമാണ്. ഓരോ മനുഷ്യൻ്റെയും വേദന നാം ഓരോരുത്തരുടെയും വേദനയാണ്. ആ ഒരു ചിന്തയാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ജാതിയും മതവും മറന്ന് സാഹോദര്യത്തിൻ്റെ വലിയ കൈത്താങ്ങായി വയനാട് ഒന്നാകെ ഒന്നിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ കേരളം ഒന്നാകെ ഒന്നിക്കേണ്ട സമയമാണ്.
ക്യാമ്പുകളെല്ലാം സന്ദർശിച്ചു. ഒരു ബാധിത മേഖലയിൽ പിതാവ് എത്തിയിരിക്കുകയാണ്. ക്യാമ്പുകളിലെല്ലാം ജനങ്ങളെല്ലാം കണ്ടപ്പോഴുള്ള പ്രതികരണം. ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിത പ്രദേശത്താണ് ഇപ്പോൾ നമ്മളായിരിക്കുന്നത്. ഇവിടെ ദുരന്തമനുഭവിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ മക്കള് വിവിധ ക്യാമ്പുകളിലായിട്ട് കഴിയുന്നത് സന്ദർശിക്കാനിടവന്നു. അവരെല്ലാം കണ്ടപ്പോൾ എനിക്ക് ആദ്യമായി തോന്നിയത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള മതിപ്പാണ്. കാരണം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാനും ഒരുപാട് പേർക്ക് കൈത്താങ്ങാകാനും സാധിച്ചു എന്നുള്ളത്. ക്യാമ്പിലുള്ളവരെല്ലാം തങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ, അതുപോലെ മെഡിക്കൽ കെയറിൽ, അവിടുത്തെ വൃത്തിയിൽ എല്ലാം വളരെ സംതൃപ്തരായിട്ടാണ് കാണപ്പെടുന്നത്. അതേസമയം ഈ ക്യാമ്പ് വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കഠിനമായ ആശങ്കയുണ്ട്. കാരണം വീട് നഷ്ടപ്പെട്ടു, കുട്ടികളുടെ കൈ ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റുകൾ പോയി, അവർക്ക് എന്തെല്ലാം ജീവിതത്തിൽ ഒരു ആയുസ് കൊണ്ട് നേടിയോ അതെല്ലാം നഷ്ടമായതിൻ്റെ വലിയൊരു അരക്ഷിതാവസ്ഥ, ഒരു അന്ധകാരം ഭാവിയെക്കുറിച്ച് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് സങ്കടകരം. അവയൊക്കെയും തിരികെ നൽകാൻ ഒറ്റക്കെട്ടായ ഒരു പരിശ്രമമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുള്ളത്. അതായത് അവർക്ക് വീട് നിർമ്മിച്ച് നൽകാനും സ്കൂളുകൾ നിർമ്മിക്കുവാനും അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും ഒരു മനസ്സോടെ നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ക്ലീമീസ് ബാവ എല്ലാ പിതാക്കന്മാർക്കും നൽകിയ നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവയൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് കൂട്ടായ ഒരു പരിശ്രമമായിരിക്കണം ഈ ഒരു പുനരധിവാസത്തിന് വേണ്ടി ക്രമീകരിക്കേണ്ടത്. ഇവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരു മനസ്സോടെയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ ഈ മനുഷ്യരുടെ ജീവിതത്തിലെ കെട്ടുപോയ വെളിച്ചം വീണ്ടും തിരികെ തെളിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.